ഹായ് ഹലോ ഫ്രണ്ട്സ്, എസ് ഡി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അളിയൻ ഇനി തിരിച്ച് ഖത്തറിലേക്ക് പോവാം കേട്ടോ. ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഒരു മാസം വളരെ പെട്ടെന്നാണ് കേട്ടോ പോയത്. അപ്പം ഞാനും ചേട്ടനും കുഞ്ഞും കൂടെ കൊണ്ടുവിടാൻ പോകുന്നത്. ചേച്ചിയും കുഞ്ഞും അങ്ങനെ വരാറില്ല കൊണ്ടുവിടാൻ. വിളിക്കാൻ വരും കേട്ടോ. വിളിക്കാൻ വരാനും ചേച്ചിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോകും. പിന്നെ അമ്മ ദോശ ചുടുമായിരുന്നു കേട്ടോ. അച്ഛൻ അരിയടപ്പത്തിട്ടേക്കുന്നത് തീയരിക്കുമായിരുന്നു. അപ്പോൾ അളിയൻ റെഡിയായിട്ട് വന്നു. അപ്പം എൻ്റെ മോള് അളിയനൊന്ന് കൊണ്ടുപോകേണ്ട പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ. അളിയൻ അങ്ങനെ ഒരു സാധനം അങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പം നമ്മൾ ആ വെള്ളക്കാറില്ല കേട്ടോ പോകുന്നത്. അപ്പോൾ ബാഗൊക്കെ എല്ലാം എടുത്തു വെച്ചു. അളിയൻ എല്ലാവരോടും യാത്ര പറയുക കേട്ടോ, അപ്പുറത്ത് അയലത്തുള്ളവരോടൊക്കെ. പിന്നെ കുഞ്ഞിരുന്ന് കരയും കേട്ടോ. കുഞ്ഞ് കരയുന്ന വീഡിയോ എടുത്തുമ്പോൾ എന്നെ ആരും ഒന്നും പറയല്ലേ, അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അവളപ്പോൾ പറഞ്ഞു ഞാനും വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും ഞങ്ങൾ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവൾ ഡ്രസ്സ് മാറാൻ പോയി കേട്ടോ. ഡ്രസ്സ് മാറിയിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് എയർപോർട്ടിലോട്ട് യാത്രയായി ആണ്. അപ്പോൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുക കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഹരിപ്പാട്ടൊക്കെ എത്തിയപ്പം ഭയങ്കര മഴയായിരുന്നു കണ്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഇന്ന് മൊത്തത്തിലേ ഒരു ഭയങ്കര മഴയുടെ ഒരു കോളായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് നേരം മഴ ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് നേരം മഴയുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകാൻ ലേറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസം ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. 4:45 ഫ്ലൈറ്റ്. 2 മണിക്ക് കയറേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ 3:45 അങ്ങ് ചെന്നപ്പം കേട്ടോ. ഇച്ചിരി ലേറ്റായിപ്പോയി. രാവിലെ രാഹുകാലമൊക്കെ നോക്കിയതുകൊണ്ടേ താമസം ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിലെത്തിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പോൾ അളിയൻ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ താമസിച്ച് പോയില്ലേ, അതിൻ്റെ ഒരു ഇത്. ഓൺലൈൻ വഴി ചെക്കിങ് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയില്ല കേട്ടോ. അങ്ങനെ അളിയൻ അങ്ങനെ ഈ വർഷത്തെ അങ്ങനെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവുക. അവൾ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. അളിയൻ ഇച്ചിരി ധൃതി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയിട്ടോ. പിന്നെന്തുവാ, അവൾക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവൾ കരഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് അവൾ യാത്രയാക്കി. അങ്ങനെ ഓണത്തിനിപ്പോൾ അമ്മയും മോളെയും കൂടെ അളിയനങ്ങ് കൊണ്ടുപോകും. അവരാദ്യമായിട്ടാണ് ഖത്തറിലോട്ട് പോകാൻ. അപ്പം നമ്മളവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇച്ചിരി തോർന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ വിശന്നിട്ട് വയ്യായിരുന്നു. 4 മണിയായില്ലേ, രാവിലെ കഴിച്ച. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി കേട്ടോ. ആ ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് മലബാർ റെസ്റ്റോറൻ്റ് എന്നായിരുന്നു കേട്ടോ. സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. എന്തായാലും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അകത്തോട്ട് കയറുമ്പോൾ നല്ല കാം ആൻഡ് കൂൾ പ്ലേസ് എന്ന് പറയത്തില്ലേ, അത്ര നല്ല സൈലൻ്റ് മൂഡുമായിരുന്നു കേട്ടോ അതിനകത്ത് കയറി. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യം പറയണമല്ലോ, നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നപ്പം ചേട്ടൻ വാഷ്റൂമിലോട്ട് പോയായിരുന്നു. പിള്ളേരാണെങ്കിൽ അങ്ങ് വിശന്ന് വലഞ്ഞായിരുന്നു, കാരണം അത്രയും സമയം ഇരുന്നുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ ഒരു ഹാഫ് അൽഫാമും ഒരു ഫ്രൈഡ് റൈസും 2 ഷാർജ ജ്യൂസിനും ഓർഡർ കൊടുത്തു കേട്ടോ. അങ്ങനെ നല്ല സൂപ്പർ ഇതായിരുന്നു കേട്ടോ, അൽഫാമായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അൽഫാം കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഷാർജ ജ്യൂസും, നല്ല ഫുഡ് നല്ലതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പം പോകുന്ന വഴിക്ക് മോൾക്ക് ബാഗ് മേടിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ലുലു മാളിൽ നിന്നാക്കാമെന്ന് കരുതി ലുലു മാളിലോട്ട് വന്നു. നമ്മുടെ കോട്ടയം ലുലു മാളില്ലേ അവിടെ. അങ്ങനെ ഞങ്ങൾ ലുലു മാളിനുള്ളിലേക്ക് പോവാം. അപ്പോൾ ചേട്ടൻ വന്നില്ല, ഞാനും പിള്ളേരും മാത്രമാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിരുന്നു. അപ്പോഴും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ മോൾക്ക് ബാഗും ബുക്കും ടിഫിനും ഒക്കെ മേടിച്ച് ക്യാഷ് കൗണ്ടറിൽ നിൽക്കുക കേട്ടോ. അപ്പം ക്യാഷൊക്കെ പേ ചെയ്ത്
തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു, കണ്ണുമൂടാൻ പറ്റാത്ത മഴ കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്.